എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Eight of Pentacles, Queen of Wands, Ace of Cups, Strength card, Tower moment, Two of Wands. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ടവർ മൂവ്മെൻ്റ് ആണ്. ഈ ഒരു സാഹചര്യം നിങ്ങൾ എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില സാഹചര്യങ്ങൾ ചില സിറ്റുവേഷനിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇതല്ലായിരുന്നു എൻ്റെ വഴി, അല്ലെങ്കിൽ ഇനി വഴി മാറി സഞ്ചരിക്കേണ്ടതുണ്ട്, ഇതിവിടെ നിർത്തി പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങുക, അല്ലെങ്കിൽ വഴി മാറി ദിശ മാറി സഞ്ചരിക്കുക എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അതാണ് നിങ്ങളുടെ ശരിയായിട്ടുള്ള ചിന്താഗതി, അതാണ് ശരിയായിട്ടുള്ള വഴി എന്നുള്ളത് മനസ്സിലാക്കുക. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു അതിന് വലിയ രീതിയിലുള്ളൊരു വളർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം, ഇതാണോ ശരിയായിട്ടുള്ള രീതി, ഇതിലേ തന്നെ ഞാൻ മുന്നേറണോ, ഇങ്ങനെയാണോ മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടാവാം. അപ്പോൾ ഈ ചിന്ത മനസ്സിൽ വരുമ്പോൾ, പക്ഷേ ഇതിനു വേണ്ടി ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ടു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഇതിനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ചിന്ത മനസ്സിൽ വരുമ്പോൾ നിങ്ങളത് പാതി വഴിയിൽ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെയും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നിങ്ങൾ നേടിയിട്ടുണ്ടാവാം. ആ നേട്ടങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങൾ അതിൽ നിന്ന് നേടിയ എക്സ്പീരിയൻസ് ഉണ്ടാവാം. ആ എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് പോകുമ്പോൾ. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തോന്നുന്നു ഇതല്ല എൻ്റെ വഴി, ഇനി വഴി മാറി സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു, നിങ്ങളുടെ ഭാഗത്ത് ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടുന്ന പ്ലാനിങ്ങും കാര്യങ്ങളുണ്ട്, മുന്നേറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇത് വിട്ടിട്ട് പോകുന്നത് കാരണം പൊതുവെ ആളുകളുടെ ഒരു ചിന്തയാണ് നമ്മളൊരു ഇതിലെത്തിക്കഴിഞ്ഞു ഇനി രണ്ടാമതൊരു ഇതിലേക്ക് പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. പക്ഷേ ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ ഇനി ദിശ മാറി സഞ്ചരിക്കേണ്ടുന്ന സമയമാണ്. ഇതുവരെ നിങ്ങൾ ശരിയായിട്ടുള്ള ദിശയിലല്ലായിരുന്നു, പക്ഷേ ആ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നു, നിങ്ങൾ ദിശ മാറി സഞ്ചരിക്കേണ്ടുന്ന സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ജോലിയിലാകാം, മറ്റെന്തെങ്കിലും തരത്തിൽ, അത് നിങ്ങൾ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു മാസം അഴിച്ചുപണികളുടെ സമയമാണ് പൊതുവിൽ. അപ്പോൾ വീട് പണി കാര്യങ്ങളൊക്കെ, അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സമയമാണ്. തുടങ്ങി വയ്ക്കാം. വീട് പണിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ ലോണ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ ഓൾറെഡി വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ വീട് പണിയുന്നവരാണെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് ഒന്നും മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല, ഇഴഞ്ഞ് നീങ്ങുന്നു എന്നുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലംബിങ്ങിൻ്റെയോ ഇലക്ട്രിക്കൽ വർക്ക് എന്തെങ്കിലും അതിൻ്റെ പെർമിഷനോ ഡോക്യുമെൻറ്റ്സോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന, വീണ്ടും പുനരാരംഭിക്കാൻ പറ്റുന്ന സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി വീടുള്ളവർ ഒരു മുറി കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ മുറി കൂടി എടുക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ അത് പറ്റിയൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ക്യൂൻ ഓഫ് വോൺസ് ആൻഡ് സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റിയൊരു അവസരം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരിലും ഒരുപോലെയല്ല, പൊതുവിൽ ആളുകളിൽ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നു. ചുരുക്കം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു കഴിവ് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകളാണ് എങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും അതായത് വലിയ സെലിബ്രിറ്റി അതുപോലെയുള്ള ആരെങ്കിലും നിങ്ങളെ കാണുകയും അതിൽ നിങ്ങൾക്ക് പിന്നീട് സിനിമ സീരിയൽ മേഖലകളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മീഡിയയുടെ മുമ്പിൽ പിന്നെ നിങ്ങളൊരു താരമായിട്ട് ഭാവിയിൽ മാറാനുള്ള അവസരങ്ങൾ ഇതിലൂടെ വന്നു ചേരുകയും ചെയ്യുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചില മത്സരങ്ങൾ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അത് സംബന്ധിച്ച് സമ്മാനം ലഭിക്കുന്നുണ്ട്. ഒന്നാം സമ്മാനത്തിന് സാധ്യത വരെ പലരെയും സംബന്ധിച്ച് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
അത് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ നമ്മൾ ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ നിങ്ങളോട് വളരെ ദേഷ്യത്തോടെ അല്ലെങ്കിൽ ക്രൂരമായിട്ട് എന്നുള്ള രീതിയിലൊക്കെ പെരുമാറാറുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം തന്നെ അതായത് അവരുടെ ജീവിതം വളരെ നെഗറ്റീവായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കാം അവർ നെഗറ്റീവായിട്ട് നിങ്ങളോട് പെരുമാറുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലൊന്നും വെച്ചുകൊണ്ട് ഇരിക്കാതിരിക്കുക. അതിനർത്ഥം നിങ്ങൾ ഡിസ്റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബഹുമാനക്കുറവ് സഹിക്കണം എന്നുള്ളതല്ല. പക്ഷേ അങ്ങനെയുള്ള അങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുക, അങ്ങനെയുള്ളവരുമായിട്ട് അധികം സംസർഗത്തിന് അല്ലെങ്കിൽ സംസാരിക്കാൻ പോവാതിരിക്കുക. അത്രയും അത്യാവശ്യമാണ് എങ്കിൽ ആ പോയിന്റ് ടു പോയിന്റ് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചില ആളുകൾ സംബന്ധിച്ചിടത്തോളം വീടും സംബന്ധിച്ചിട്ട് വഴി സംബന്ധിച്ച് തർക്കങ്ങളുണ്ടാവാം. പക്ഷെ അവർ ഒരു തരത്തിലും സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ലീഗലായിട്ടുള്ള രീതിയിൽ അത് പറയേണ്ടടുത്ത് പറയുക. അവരുടെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആരുടെ അടുത്താണോ സംസാരിക്കേണ്ടത് അവിടെ സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, പക്ഷെ അതിനർത്ഥം ഒരു വഴക്കിന് പോവുക എന്നുള്ളതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ ചില വഴി പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ ക്വീൻ ഓഫ് ഫോൺസ് ആൻഡ് 2 ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ ഈ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് കുറച്ചധികം നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ചിലപ്പോൾ വിസ കാര്യങ്ങൾ റെഡി ആവുന്നതായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് കുറച്ചധികം നാളായിട്ട് കാത്തിരിക്കുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുന്നു. വിസ റെഡി ആവുന്നു, വിസ മറ്റു കാര്യങ്ങളൊക്കെ റെഡി ആവുന്നതാവാം. അപ്പോൾ അത് നിങ്ങൾക്കൊരു വളരെ തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ജോലി റെഡിയാകുന്ന, വിദേശത്ത് പേപ്പേഴ്സൊക്കെ റെഡിയാകുന്നു, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആകാം. അത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ പല ആളുകളുടെയും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ മുന്നോട്ടേക്ക് നിങ്ങൾ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. അതായത് ഒരു പരിധി നിങ്ങൾ പലരും ജീവിതത്തിൽ ഒത്തിരി മുന്നോട്ടേക്ക് പോയിട്ടുണ്ടാവാം, പക്ഷെ വഴിമാറി സഞ്ചരിക്കുക എന്നുള്ളത് വീണ്ടും റീറൂട്ടിംഗ് ആണ് കാണിക്കുന്നത്. അതേപോലെ ഈസ് ഓഫ് കപ്സ് ആൻഡ് ടവർ മൊമെൻ്റ് ആണ്. കാരണം ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു പ്രണയം സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്ന സമയം ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും ഇത് പറ്റിയതല്ല, അല്ലെങ്കിൽ ഇത് മുന്നോട്ടേക്ക് പോകണ്ട എന്നുള്ളത്. പക്ഷേ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ തോന്നലുകളാവാം എന്നുള്ള ഉപദേശങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രഷർ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലും സാഹചര്യവശാൽ ഈ ഒരു വ്യക്തിയോട് ഉള്ള സംസാരത്തിലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇതുവഴിയല്ല മുന്നോട്ടേക്ക് പോകേണ്ടത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ മനസ്സ് പറയുന്നത് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിലും പ്രണയ കാര്യങ്ങളിലും ഒക്കെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ക്വീൻ ഓഫ് ഫോൺസ് ആൻഡ് ടവർ മൂവ്മെൻ്റ് ആണ്. ഇവിടെ ചില റിട്ടയർമെൻറ്റ് ഫേസിലേക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിട്ടയർമെൻറ്റ് സംബന്ധിച്ചിട്ടുള്ള PF മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റെഡി ആവാൻ കുറച്ച് കാലതാമസം ഉണ്ടാവാം. ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും വീണ്ടും തിരിച്ച് പുതിയ കാര്യങ്ങളുമായിട്ട് വന്നേക്കാം. അപ്പോൾ കുറച്ച് കാലതാമസം പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ റിട്ടയർ ആവുന്നത് സംബന്ധിച്ച് കിട്ടേണ്ടുന്ന പൈസ കയ്യിലേക്ക് എത്താൻ കുറച്ച് കാലതാമസം ഉണ്ടായേക്കാം. പക്ഷേ അത് അധികം വൈകാതെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു മാസം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതായത് പ്രായമായിട്ട് വിവാഹം ചെയ്ത് കുട്ടികളൊക്കെ ഉള്ളവർ, മക്കൾ അല്ലെങ്കിൽ അവരുടെ ജീവിത പങ്കാളി നിങ്ങളോടൊപ്പം ഇല്ല, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പുതിയൊരു വിവാഹത്തിനുള്ളൊരു അവസരം ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പുതിയ ജീവിതത്തിനുള്ളൊരു അവസരവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു പുതിയൊരു വിവാഹത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തുമോ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് നീങ്ങുക. ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചൊന്നും നടക്കുന്നില്ല, കിട്ടുന്നില്ല എന്നായിരിക്കാം. പക്ഷെ അത് ചിലപ്പോൾ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാവില്ല, നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് അതിലും മികച്ചതായിരിക്കാം എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോവുക. കാരണം അതിൽ തന്നെ തങ്ങി നിന്നാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്കൊരു ലൈഫ് ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.